മക്കളെ അവിടെ കാണുന്നതൊന്നല്ല മക്കളെ സംഭവം. വാ ചെങ്ക വാ എൻ്റെ എന്താ അല്ലേ വെച്ചോ ഓക്കെ. എടുക്കാം പ്ലാവല്ലത് പ്ലാവ് ഇത്രയും വലിയ സാധനം. അങ്ങനത്തെ എന്താ തോന്നുന്നല്ലേ മക്കളും കാട്ടുന്ന് പോകുന്നതായിരിക്കും. റബ്ബേ കാണാൻ പറ്റില്ല വെച്ചു. ചെരുപ്പുകളും വീടുകളും മക്കളെ വല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബേ. കൈ കൊടുക്കുന്നു ദുരന്ത ഭൂമി മക്കളെ, ദുരന്ത ഭൂമി. നോക്കി പോയിക്കോ. പൊട്ടിയതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് വീടുകളില്ല, തറ മാത്രമേ ഉള്ളൂ. ഈ ഒരു തറ ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ്, വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടിട്ടാന്ന് വിചാരിക്കും. അങ്ങനെ ഫിനിഷ് ആയി പോയിട്ടുണ്ട്. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ട് അവിടെ വീട്. പിന്നെ ഇവിടെ തറകളും ഉണ്ട്, ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയാൽ തറകളും ഇല്ല. ഫുള്ള് കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ല പോലെ. ഇതിൻ്റെ അവസ്ഥ എത്രമാത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഇത്രയും ദയനീയമാണ്. നമ്മൾ ന്യൂസിലൊന്നും കാണുന്ന പോലെ അല്ല ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ തറകളാണ്, വീട് തറകൾ ഒക്കെ ഉണ്ടോ, ഒക്കെ വീടുകൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല. തറ അടക്കളക്കി പോയിക്കാം മൊത്തത്തിൽ. എൻ്റെ പോരാ എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശപ്പെടില്ലേ? നോക്കി ഈ രംഗം കാണുമ്പോൾ ഇത് എൻ്റെത്, ഇത് എൻ്റെത്, ഇതിൻ്റെ സ്ഥലത്തിൻ്റെ അതിര് അതിരുമില്ല, ഒന്നുമില്ല. ഒരു പൊറന്റെ വാർപ്പാണല്ലോ. ഒരു തൊഞ്ച അങ്ങോട്ട് അതിരുമെന്ന് തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ്. ഇവിടെ ഇപ്പോൾ ഒരു കച്ചറയില്ല, കച്ചറ ഉണ്ടാക്കാനും ആണല്ലോ. ഒക്കെ ഒരു വീടിൻ്റെ പകുതി ആടുന്നുണ്ട്. ഒക്കെ വീടുകൾ ഒന്നിപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് ആളുകളെ കയറ്റി വിടുന്നില്ല. ഞാൻ മൊയ്തീൻക്ക് ആ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. ടി വിയിൽ കാണുന്നതൊന്നുമല്ല, ടി വിക്കാരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. ഇതാണ് ക്ലാസ് മുറിൻ്റെ അവസ്ഥ. അപ്പുറത്തേക്ക് അങ്ങോട്ട് 7 ക്ലാസ് മുറി ഉണ്ട്. 7 ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതിന്നാണ് ഇപ്പോൾ നമുക്ക് 5-6 മയ്യത്തടക്കം കിട്ടിയിട്ടുള്ളത്. 2 കാല് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ ആ കാല് കിട്ടിയവൻ്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ എത്ര ആളുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ. ഓക്കെ, ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട. എനിക്ക് 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ. കളക്ടറേറ്റിൽ നിന്ന് കോൾ വന്നിട്ട് നമുക്ക് നമ്മുടെ സംഘത്തിനും. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം. അതുകൊണ്ടാണ്
കേട്ടോ നമ്മളെ അജ്മലും മുഫീദൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോഡി കണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കുകയാണ് ട്യൂബും കൊണ്ട്. ഭയങ്കര കുത്തേക്കുള്ള പുഴയിലാണ്. ട്യൂബും കൊണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മളെ പൂക്കട്ടണ കടവ് കഴിഞ്ഞിട്ട് താഴത്താണ്. അല്ലാ